യൂട്യൂബിലേക്ക് HR വ്ളോഗ്സിൻ്റെ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡ്രോയിങ് വീഡിയോ ആണ് കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഞാൻ ഫ്രെയിം കാണിച്ചു തരാം. ഞാൻ ഈ ഒരു ബുക്കിനകത്താണ് വരക്കുന്നത് കേട്ടോ. ഇത് ഡ്രോയിങ് ബുക്കാണ്, കാണാം. ഒരു നെക്സ്റ്റ് പേജൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രോയിങ് ബുക്കിനകത്താണ് ഞാനിപ്പോൾ വരക്കാൻ പോകുന്നത്. ഞാൻ സൈഡ് ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ കൊടുത്തു വെച്ചതാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി വരച്ച് തുടങ്ങാം. അപ്പോൾ ഗൈസ്, ഞാൻ ആ ബോർഡറിന് ശേഷം ഇതുപോലൊരു ലൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടി വരക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ നടുവിലായിട്ട് ജസ്റ്റ് ഒരു സ്ലാഷ് ലൈൻ പോലെ കൊടുത്തിട്ടുണ്ട്, ഇതുപോലെ കേട്ടോ. ഇത് ശരിക്കും ഒരു വഴിയാണ്. അപ്പോൾ ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയാണ് സ്ലാഷ് പോലെ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊരു ആംഗിളും കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു റെക്റ്റാങ്കിൾ നമ്മുടെ ഈ ഒരു സ്ലാഷ് കണ്ടോ, അതിൻ്റെ ഇച്ചിരി ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമ്മൾ ഇതുപോലെ ഒരു ബോക്സ് പോലെ വരച്ചു കൊടുക്കുക. ഇത് നമുക്ക് വീട് പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് ഇങ്ങോട്ട് നോക്കാം. നമ്മൾ ബോക്സ് വരച്ചതിന് ശേഷം പുറത്തേക്ക് 1.5 സെൻറ്റിമീറ്റർ വീതത്തിലുള്ള ഒരു ലൈൻ ഇട്ട് കൊടുക്കുക പുറത്തേക്ക് കേട്ടോ. നമ്മൾ ശരിക്കും ആ സ്ലാഷ് കൂട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ചെയ്ത അതേ ഷേപ്പ് നമുക്ക് ഇവിടെയും കൊടുക്കണം. ഇത് 2 സെൻറ്റിമീറ്ററാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതുപോലെ 2 സെൻറ്റിമീറ്ററാണ് ഇപ്പം നമ്മുടെ മൊത്തത്തിലുള്ള ഔട്ട്ലുക്ക്. ഇത് കേട്ടോ. പിന്നെ ഞാൻ അതിൽ നിന്ന് 3.5 സെൻറ്റിമീറ്റർ അളവിൽ ഇതുപോലെ ലൈൻ ഇട്ടു. അവിടെ നിന്ന് ഈ ലൈന് ഞാൻ 3.5 സെൻറ്റിമീറ്റർ വിട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ലൈന് 3.5 എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനതിനെ ഇവിടെ നിന്നുമായിട്ട് ജോയിൻ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയും കൂടെ നോക്കാം. പിന്നീട് അതിന് വന്നിരിക്കുന്ന ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്തത് ഇതുപോലെ അതിൻ്റെ ഇവിടെ നിന്ന് ഞാൻ കുറച്ച് നീട്ടിയെടുത്തിട്ട് ഒരു ചെറിയൊരു കട്ടിങ് പോലെ ഒരു സംഭവം കൂടി കൊടുത്തു. എനിക്ക് അതിന് കറക്റ്റായിട്ട് പ്രൊണൗൺസിയേഷൻ ഒന്നും അറിയാത്തതുകൊണ്ടാണ്. ജസ്റ്റ് ഇതുപോലെയായിരുന്നു. ഞാൻ ഔട്ട്ലൈൻ പോലെ ഒന്നും കൂടി കൊടുത്തു, അത്രേ ഉള്ളൂ. 2 സെൻറ്റിമീറ്ററിൻ്റെ ഒരു അളവ് ഞാൻ എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ 2 ലൈൻ വീതം വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടേക്ക് കുറച്ച് തുമ്പ് കൂടുതൽ വേണം കേട്ടോ. തുമ്പ് കൂടുതൽ വേണം. ഇനി നമുക്കിവിടെ ഗ്രിഡ് അല്ലാണ്ട് ചെറിയ ലൈൻസ് വരച്ചു കൊടുക്കാം കേട്ടോ. കാണിച്ചു തരാം. സ്റ്റാൻഡിങ് ലൈൻസ് ആണ് കേട്ടോ ഇവിടെ കൊടുക്കേണ്ടത്, മറക്കണ്ട. ഇതുപോലെയാണ് കൊടുക്കേണ്ടത്. ഒരു ബാൽക്കണീൻ്റെയൊക്കെ ഒരു കമ്പി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഔട്ട്ലുക്ക് ഇതുപോലെയാണ്. ഇനി നമുക്ക് ജനല വാതിലൊക്കെ നമ്മുടെ ഈ ഒരു കുട്ടി വീടിന് കൊടുക്കാം കേട്ടോ. ഇപ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ജനാല. ഇവിടെ ഒരു ജനാല, ഇവിടെ 2 ജനാല, ഡബിൾ ഡോർ പോലത്തെ ഒരു ഡോറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. മൊത്തത്തിലുള്ള ഔട്ട്ലുക്ക് ഇതാണ്. പിന്നെ നമുക്ക് 2 മരം വേണം. ഇവിടെ ഒരു മരം, ഇവിടെ ഒരു മരം. നമ്മുടെ ഒരു വഴി ഉണ്ടാക്കിയത് അതിൻ്റെ നടുക്കായിട്ടാണ് കേട്ടോ നമ്മുടെ ഡോറ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതുപോലെ ഇടാം. 2 മരവും കൂടി കൊടുത്തു ഞാൻ. അപ്പോൾ ഇതാണ് ഔട്ട്ലുക്ക്. നമുക്ക് വേണ്ടത് ഒരു മേഘവും സൂര്യനും കൂടി ഉള്ളതായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് കാക്കകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കളറിങ് ആണ്. ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള ഡ്രോയിങ്. അപ്പോൾ കളറിങ്ങിന് വേണ്ടി ഗ്രീൻ അടിക്കേണ്ട സ്ഥലത്തൊക്കെ ഞാൻ ഗ്രീൻ അടിക്കാൻ കാണിച്ചു തരാം. ഞാനിവിടെ G എടുക്കുന്നുണ്ട് കേട്ടോ. ഗ്രീനാണ്, ഇവിടെ ഗ്രീനാണ്, ഇവിടെ ഗ്രീനാണ്. ഇത്രയും മാത്രമാണ് നമുക്ക് ഗ്രീൻ അടിക്കാനുള്ളത്. അപ്പോൾ ഞാനിവിടെ ഫുള്ളൊന്ന് അടിച്ച് കാണിച്ചു തരാം. പിന്നെ അടിക്കാൻ വേണ്ടത് കാണിച്ചു തരാം. നമുക്ക് സ്കെച്ച് വേണം. അത് നമ്മൾ വരക്കുന്ന ഭാഗത്തിലൊക്കെ ഔട്ട്ലൈൻ കൊടുക്കാനാണ്. ഞാൻ ഔട്ട്ലൈൻ കൊടുത്തിട്ട് കാണിച്ചു തരാം. അപ്പം ഞാൻ എന്താ ഔട്ട്ലൈൻ കൊടുത്തു, ഇവിടെ കൊടുത്തു, ഇവിടെ കൊടുത്തു, അതേപോലെ തന്നെ ഇവിടെ കൊടുത്തു, ഇവിടെ കൊടുത്തു. പിന്നെ നമ്മുടെ മരത്തിൻ്റെ ആ ഒരു സംഭവത്തിനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ല ലൈറ്റായിട്ട് നമുക്ക് ക്രയോൺസ് വെച്ച് അടിച്ചു കൊടുക്കാം. അത് നല്ല ഭംഗി ഉണ്ടാവും. ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഇതേപോലെ നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് നേരെ അടിക്കാം. ഞാൻ പച്ച കളർ കൊടുത്ത് നല്ല ഭംഗിയുണ്ട് കേട്ടോ.
പിന്നെ ഞാൻ ചെയ്ത പോലെ ഇവിടെ ഒരു മിസ്റ്റേക്ക് എനിക്ക് പറ്റി, പുറത്തേക്കൊന്ന് പോയി. അതേപോലെ പുറത്തേക്കൊന്നും പോകാണ്ട് നല്ല വൃത്തിക്ക് വെച്ചാൽ നല്ല രസമുണ്ട്. അപ്പോൾ ഗൈസ് ഇനി ഇവിടെ നമുക്ക് മഞ്ഞ കളർ ബോർഡർ വരച്ച് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ കാണിച്ചു തരാം. ഇതാ ഇവിടെയൊക്കെ കറക്റ്റ് ഒരു ബോർഡർ വരച്ച് കൊടുക്കാം. ഗൈസ് ഇതുപോലെ വേണം, നല്ല അടിപൊളിയായിട്ട് ഒന്ന് സ്കെച്ച് യൂസ് ചെയ്ത് ബോർഡർ വരച്ചെടുക്കാം. എന്നിട്ട് യെല്ലോ കളർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചില്ല യെല്ലോ ഒരു മണ്ണിൻ്റെയൊക്കെ ഒരു ഷെയ്ഡ് ഞാനിപ്പോൾ വരുത്തി കാണിച്ചില്ല കേട്ടോ. അപ്പോൾ ഞാൻ മഞ്ഞ അടിച്ചു കൊടുത്തു. ഇനി അതിൻ്റെ പക്കത്ത് കൂടി ജസ്റ്റ് ലൈറ്റായിട്ട് ലൈറ്റായിട്ട് ബ്രൗണും കൂടി ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ ക്രയോൺസ് ഒന്ന് ചതിച്ച് ഒടിഞ്ഞു. പക്ഷെ നമ്മൾക്ക് വേണ്ട ഒരു രീതിയിൽ മണ്ണിൻ്റെ എഫക്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓയിൽ പേസ്റ്റാണ് ഇതിന് ഏറ്റവും നല്ലത്. ഇത്രേ ഉള്ളൂ, മണ്ണിൻ്റെ ആ ഒരു എഫക്റ്റും കൂടി നമുക്ക് കിട്ടി. ഇനി നമുക്ക് വീടിന് കളർ ചെയ്യണം കേട്ടോ. ഇപ്പോൾ വീടിന് മൊത്തത്തിൽ വേണ്ട കളർ പിങ്ക്, ഒരു ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള, ഡാർക്ക് ഗ്രീനായിട്ട് കിട്ടില്ല എന്നാലും ഡാർക്ക് ഗ്രീനായിട്ടാണ് കാണാൻ പറ്റുന്ന ഷെയ്ഡിലെ സ്കെച്ചും ലൈറ്റ് ബ്ലൂ സ്കൈ ബ്ലൂ കളറിലെ സ്കെച്ചും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ വയലറ്റ് കളറിലെ ക്രയോണ്, ലൈറ്റ് ബ്ലൂ കളർ ക്രയോണ്, പിങ്ക് കളർ ക്രയോണും, പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ഒരു ഡാർക്ക് ബ്ലൂ സ്കെച്ചിനോട് വെച്ച ഡാർക്ക് ബ്ലൂ ക്രയോണും കൂടി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ കളർ ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ പറഞ്ഞുതരാം എവിടെയൊക്കെയാണ് കളർ ചെയ്യുന്നതെന്ന്. ഈ ഒരു കളറ് ഞാൻ ഇവിടെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിങ്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് വീടിൻ്റെ ഈ ഒരു ഭാഗങ്ങൾക്കാണ്. ലൈറ്റ് ബ്ലൂ പിന്നെ അറിയാലോ നമ്മുടെ ജനലിനും. ഞാൻ പിന്നെ യൂസ് ചെയ്യുന്ന വയലറ്റ് ഡോറിനുമാണ്. പിന്നെ ഇവിടേക്ക് നമുക്ക് ബ്ലാക്ക് വേണം, അത് ഞാൻ ലാസ്റ്റ് അടിക്കാൻ നോക്കും. നമുക്ക് വേഗം ഇത് ഫിനിഷ് ചെയ്തിട്ട് കാണാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഞാനതിന് മുമ്പ് ഒന്ന് പേന വെച്ച് ഔട്ട്ലൈൻ ചെയ്യണം കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നുപോയി. ഗൈസ് ഇതാണ് നമ്മുടെ വീടിൻ്റെ ലുക്ക് കേട്ടോ. വീടിൻ്റെ കളറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ആ ബാൽക്കണി പോലത്തെ സ്ഥലത്തിന് ബ്രൗൺ ആണ് കേട്ടോ അടിച്ചത്. ഇനി നമുക്ക് നമ്മുടെ മേഘത്തിന് കാക്കയ്ക്കും കളർ കൊടുക്കണം, അതങ്ങോട്ട് ചെയ്തിട്ട് കാണാം. പിന്നെ ഞാൻ കാക്കയ്ക്കും മേഘത്തിനും കളർ അടിച്ചു കേട്ടോ. അപ്പം ഇതാണ് നമ്മൾക്ക് ഔട്ട്ലുക്ക് എന്ന് കണ്ടാലോ, ഫുൾ ഔട്ട്ലുക്ക് കാണിക്കാൻ നിന്നപ്പോഴാണ് ഞാനവിടെ ഓർത്ത് മരത്തിൻ്റെ ഈ ഒരു സംഭവത്തിന് കളർ അടിച്ചിട്ടില്ല, നമുക്കതങ്ങോട്ട് കളർ അടിക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഡ്രോയിങ്ങിൻ്റെ ഔട്ട്ലുക്ക്. നമുക്ക് കണ്ടാലോ, ഓരോരോ ഭാഗങ്ങളായിട്ട് കാണിച്ചിട്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.